ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ 39ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. നമുക്ക് ലൈവ് തൊട്ട് എപ്പിസോഡ് വരെയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. വീക്കിലി ടാസ്ക്കായ നൂതില ചെരുപ്പ് ഫാക്ടറി രാവിലെ തന്നെ തുടങ്ങി. 90 മിനിറ്റ് കൊണ്ട് 25 ചെരുപ്പാണ് ഉണ്ടാക്കേണ്ടത്. ഇന്നലെ നമ്മുടെ നൂറയൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്യായിരുന്നു, അത് പുഷ്പം പോലെ ചെയ്ത് തീർക്കായിരുന്നു. അപ്പം നമ്മുടെ അക്ബറും തൊഴിലാളികളും എല്ലാം കൂടെ ചേർന്നിട്ട് അതിന് വേറൊരു ടാക്ടിക്സ് കണ്ടു. മാക്സിമം ലേറ്റ് ആക്കുക. നൂറേനെ മാക്സിമം വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇവർ സ്ലോ ആക്കി, അതായത് തൊഴിലാളികളെല്ലാം സ്ലോ ആക്കി വർക്ക് എടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ ഐവി കയറി വന്നു. ഇൻഡസ്ട്രിയൽ വിസിറ്റ്, നമ്മുടെ BB സർക്കസിലുള്ള എല്ലാവർക്കും നമ്മുടെ നൂതില ചെരുപ്പ് ഫാക്ടറി കാണാനുള്ള ഒരു അവസരം. ആ അവസരം വന്നതോടെ ലക്ഷ്മി കുറച്ചും കൂടെ ആക്റ്റീവായി. ലക്ഷ്മി എല്ലാവരോടും പറഞ്ഞു സാധനങ്ങളൊക്കെ എടുക്കുക. പ്രത്യേകിച്ച് നെവിനോട് പറഞ്ഞു. നെവിൻ കുറേ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചു. 5 ചെരുപ്പ് മിസ്സായി എന്ന് പറയുന്നു. അപ്പോൾ അതുവഴി കുറച്ചും കൂടെ ടൈം നമ്മുടെ തൊഴിലാളികൾക്ക് കിട്ടി. അങ്ങനെ നൂറയ്ക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശാശിയൊക്കെ ഉണ്ടായി. നൂറയും ജിഷിനും നമ്മുടെ തൊഴിലാളികളും തമ്മിൽ ഈ ഗെയിം മനസ്സിലാക്കാതെ കളിച്ചവരെന്ന് പറയുന്നത് ബിന്നിയും ഷാനവാസുമാണ്. ശരിക്കും പറഞ്ഞാൽ വീക്കിലി ടാസ്ക് ആര് തൂക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴിലാളികൾ തൂക്കി. അവർക്ക് ഇതിനൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. നൂറേൻ്റെ അടുത്ത് നിന്ന് തന്നെ നൂറയ്ക്ക് എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നുണ്ട് എന്ന് അക്ബറും പിള്ളേരും തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം. അക്ബർ നല്ല രീതിയിൽ കളിച്ചു. ശരിക്കും പറഞ്ഞാൽ അക്ബറിനും ഓരോ ദിവസവും വാലിഡേഷൻ ഉണ്ട്. ആദ്യത്തെ ദിവസം സംഭവിച്ചാൽ ബാക്കി എല്ലാവർക്കും കോയിൻ കൊടുത്തു, അക്ബറിന് കോയിൻ കൊടുത്തില്ല. അക്ബർ എല്ലാവർക്കും മേടിച്ചു കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ ദിവസം അക്ബറിന് കോയിൻ കിട്ടിയില്ല എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ പ്രതിഷേധിക്കാം. അതാണ് രണ്ടാമത്തെ ദിവസം നടന്നത്. മൂന്നാമത്തെ ദിവസം നൂറയ്ക്ക് എന്തോ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് പൊളിക്കാൻ വേണ്ടിയിട്ട് അക്ബറും കൂട്ടാളികളും, അതായത് തൊഴിലാളികളും നിന്നു എന്ന രീതിയിൽ എല്ലായിടത്തും നല്ല വ്യക്തമായ പ്ലാനോടുകൂടി അടിപൊളിയായിട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അക്ബർ എന്നൊരു ഫാക്ടറിലായിരുന്നെങ്കിൽ ഈ വീക്കിലി ടാസ്ക് വെറുതെ ആയിപ്പോയനെ. എല്ലാവരും കൂടെ വെറുതെ ഇരുന്ന് പണിയെടുക്കുന്ന ഒരു അവസ്ഥ. പിന്നെ അഭിലാഷൻ നല്ല രീതിയിൽ ചെയ്തു. അവസാന ദിവസം ലക്ഷ്മിയും ചെയ്തു. ടാസ്ക് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പുറത്തു വന്നു. അപ്പോഴുണ്ട് അടുത്ത പ്രശ്നം. എന്തെങ്കിലും ഫുഡ് എടുക്കുകയാണെങ്കിൽ കിച്ചൺ ടീമിനോട് ചോദിച്ചിട്ട് വേണം എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അനുമോള് ഫ്രിഡ്ജിൽ നിന്ന് ഒരു ക്യാരറ്റ് എടുത്തുകൊണ്ട് വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കഴിക്കുകയാണ്. പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നറിയത്തില്ല. അപ്പോൾ പ്രവീൺ തന്നെ ചോദിക്കുന്നുണ്ട്, കിച്ചൺ ടീം ക്യാപ്റ്റനായ പ്രവീൺ തന്നെ ചോദിക്കുന്നുണ്ട്, പ്രശ്നം ഉണ്ടാക്കാനാണോ അനുമോൾ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ തുടങ്ങുന്ന അടുത്ത പ്രശ്നം. ആര്യൻ അത് ഏറ്റുപിടിക്കുന്നുണ്ട്. ആര്യൻ പറയുന്നുണ്ട് ഇവളെല്ലാം മുടിക്കും, ഇവിടുത്തെ എല്ലാ ഫുഡും എല്ലാവരും എടുത്ത് കഴിക്കട്ടെ, ഇങ്ങനെ ബിഗ് ബോസ് വീട് മുടിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അനീഷ് അതിൽ കയറി പിടിക്കുന്നു. പിന്നെ അനീഷും ആര്യനും തമ്മിൽ വാഗ്വാദമാകുന്നു. വീട്ടുകാരെ പോയി പറയാനൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അക്ബറും അനുമോളും തമ്മിലൊരു പ്രശ്നമാകുന്നു. പിന്നെ കോയിൻ കൊടുക്കൽ ചടങ്ങായിരുന്നു വീക്കിലി ടാസ്കിൻ്റെ. ഷാനവാസിനാണ് ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയത്. ഷാനവാസ് അതിനു വേണ്ടിയാണ് ഗെയിം കളിച്ചതെന്നൊക്കെ പറയപ്പെടുന്നു. നൂറയ്ക്ക് ഡയറക്റ്റ് നോമിനേഷൻ കിട്ടി. പിന്നെ നൂറേൻ്റെ സൂപ്പർ പവർ പോയ കാര്യം ബിഗ് ബോസ് വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് നൂറയുടെ ഡയറക്റ്റ് നോമിനേഷൻ ഒരെണ്ണം റദ്ദായിരിക്കുകയാണ്. പിന്നെ ഡയറക്റ്റ് നോമിനേറ്റും ആവുന്നുണ്ട്. മേ ബി അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ഒരെണ്ണം പോകാനുള്ള ചാൻസും കൂടുതലാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. അതിനുശേഷം വൈകുന്നേരം ആയപ്പം നെവിൻ്റെ കക്കൽ ടാസ്ക് ആയിരുന്നു. അതിന് കൂട്ടു നിൽക്കുന്നത് കിച്ചൺ ടീം ക്യാപ്റ്റനായ പ്രവീണും അക്ബറും ആണ്. അത് രണ കൈയോടെ പൊക്കുകയും ശരിക്കും പറഞ്ഞാൽ രണയ്ക്ക് കിട്ടിയില്ല. അതാണ് പ്രശ്നം. അപ്പോൾ രണ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം ഒതുക്കി തീർക്കാൻ നെവിൻ പറയുന്നുണ്ട്, നമ്മുടെ കിച്ചൺ ടീം ക്യാപ്റ്റൻ കണ്ടിട്ടില്ല, ക്യാപ്റ്റൻ കാണാതെ എടുത്തതാ, ഞാൻ ആദ്യം ചോറാണ് പിന്നെ നെവിന് കൊടുത്തത് എന്നും പറഞ്ഞുകൊണ്ട് പ്രവീണും തല വരുന്നുണ്ട്. ബിന്നിക്ക് എന്താണ് എന്ന് അറിയത്തില്ല കേട്ടോ. ബിന്നി എന്ത് വന്നാലും ഇപ്പോൾ പൊട്ടിത്തെറിയാണ്. മിക്കവാറും നോമിനേഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം. ഇന്ന് നമ്മുടെ മസ്താനി എന്തോ ഒരു ചെറിയൊരു തക്കാളി കഷ്ണം എടുത്തുകൊണ്ട് വന്നു എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ പ്രവോക്ക് ചെയ്തു കേട്ടോ ബിന്നിനെ. അവിടെ കിടന്ന് എന്തോ ഒരു ഒച്ചപ്പാടാണോ, ഫുഡ് ഉണ്ടാക്കുന്നവരെ ഫുഡ് ഉണ്ടാക്കാൻ പോലും സംഭവിക്കാത്ത രീതിയിലുള്ള ഒച്ചപ്പാടാണ്. കാണുമ്പോൾ അരോചകമായി തോന്നി. ഇങ്ങനെ തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മേ ബി സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടായിരിക്കാം. അതിനുശേഷം BB സർക്കസിലുള്ളവർക്ക് ഒരു ടാസ്ക് കൊടുത്തു, ഒരു പ്രൊമോഷൻ, നമ്മുടെ നൂതില ചപ്പൽസിൻ്റെ ഒരു പ്രൊമോഷൻ നടത്താൻ. ശരിക്കും പറഞ്ഞാൽ വൻ ഫ്ലോപ്പ് ആയിരുന്നു ലൈവിൽ. പക്ഷേ എഡിറ്റൊക്കെ ചെയ്തിട്ട് എപ്പിസോഡ് ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയത് രന ഫാത്തിമയ്ക്കാണ്. പിന്നെ ഒരു സ്പോൺസർ ടാസ്ക് നടന്നു. സ്പോൺസർ ടാസ്കിൻ്റെ വിജയിനെ കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നുണ്ട്. ഒനിയിൽ വിജയാഘോഷത്തിൽ നമ്മുടെ മസ്താനീനെ തട്ടി വീഴുന്നുണ്ട്. അതായത് അവിടെ ഒരു ബ്രോഷർ പോലത്തെ എന്തൊരു സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് തട്ടി മസ്താനീനെ ഇങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടി പിടിക്കുന്നുണ്ട്. ശരിക്കും അതൊരു ബാഡ് ടച്ച് ആക്കി ലക്ഷ്മി ചിത്രീകരിക്കുന്നുണ്ട്. ലക്ഷ്മിനോട് അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പം മസ്താനി പറയുന്നത് അത് ഭയങ്കരമായിട്ടുള്ള വൾഗറായിട്ടുള്ള രീതിയിലാണ് ലക്ഷ്മി അത് അറിഞ്ഞത്, അതുകൊണ്ടാണ് അത്രയും ചൂടായത് എന്നൊക്കെ ലക്ഷ്മി അതിനുശേഷം പറയുന്നുണ്ട്. നമ്മുടെ എപ്പിസോഡിൽ അത് കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒനിയിൽ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കാര്യമേ അല്ല. ലക്ഷ്മിനെ നമുക്കറിയാലോ, ലക്ഷ്മിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈപ്പറായിട്ട് അങ്ങനെ വേണ്ടാത്ത രീതിയിലൊക്കെ സംസാരിക്കും. പിന്നെ എന്തോ ഒരു കുടുംബത്തിലോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ലക്ഷ്മി ഇത് പ്രശ്നമാക്കണമെന്ന് വിചാരിച്ച് തന്നെ ചെയ്തതുപോലെ തോന്നി. നീ മൈക്കിട്ടിട്ട് വാ എന്നൊക്കെ നമ്മുടെ ഒനിലിനോട് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മസ്താനിക്ക് ഒനിലിനോട് ഡയറക്റ്റായിട്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അകത്ത് ഒനിലിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അതൊരു മെൻ്റൽ സ്ട്രെസ് ആവും എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിനോട് പിന്നെ ക്യാമറയിലൂടെ നോക്കി പറയുന്നതും ഒക്കെ ഉണ്ട് നമ്മുടെ എപ്പിസോഡിലൂടെ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്.